അപ്പൊ ഈ വെളുപ്പിലും കറുപ്പിലും ഒന്നും ഒരു കാര്യമില്ലാന്നേ. ഞാൻ നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞു തരട്ടുമാ. അതായത് നമുക്ക് ഇന്ന് ഇപ്പൊ വരുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് അക്യുപഞ്ചർ. എല്ലാ ആൾക്കാരും ചോദിക്കണം ഇത് എന്താണ്, വെളുക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണോ എന്നൊക്കെ. ഒരിക്കലും അല്ല കേട്ടോ. അപ്പൊ ഈ കറുപ്പില് വെളുപ്പില് എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. മോറലി നമ്മൾ ചിന്തിക്കണം, നമുക്ക് മനസ്സ് നന്നായാൽ മതി എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ കോസ്മെറ്റിക് അക്യുപഞ്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ ഇഞ്ചക്ഷൻ ആയിട്ടും ക്രീമായിട്ടും ടാബ്ലറ്റ് ആയിട്ടും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്ലൂട്ടാത്തയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ഗ്ലൂട്ടാത്തയോൺ? അപ്പൊ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈലി ആന്റി ഓക്സിഡന്റ് ആണ്. നമുക്കറിയാം ലിവർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന കണ്ടന്റ് ബോഡിയിലുണ്ട്. അപ്പൊ ആ ലിവറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ലിവർ ഡിസീസസിനൊക്കെ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ പോയിന്റ്സ്, ഗ്ലൂട്ടാത്തയോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഫാറ്റി ലിവർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കണ്ണിന്റെ അടിയിലൊക്കെ നമുക്ക് കറുപ്പുകളൊക്കെ കണ്ടുവരാറുണ്ട് അല്ലെ. നെറ്റിയുടെ സൈഡിലൊക്കെ ആയിട്ട് പിഗ്മെന്റേഷൻ കണ്ടുവരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ലിവറിൽ നല്ല രീതിയിൽ ഡീടോക്സി നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് അക്യുപ്രഷർ പോയിന്റ്സ്, അല്ലെങ്കിൽ അക്യുപഞ്ചർ അതിൽ നീഡ്ലി ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഫേഷ്യൽ കപ്പിംഗ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് സെക്ഷൻസ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ എന്റെ ഈ പോസ്റ്റർ കാണുമ്പോൾ അറിയാം, കൂടുതലായിട്ടും ഇതിന്റെ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫേസിലാണ്. പക്ഷെ ഫേസിൽ മാത്രമല്ല കേട്ടോ. കാരണം നമുക്കറിയാം, നമുക്ക് ഈ പറയുന്ന ഗ്ലൂട്ടാത്തയോണിനെയും അതുപോലെ തന്നെ ആന്റി ഏജിങ് ആയിട്ടുള്ള കണ്ടന്റിലേക്കുള്ള ഫ്രീ റാഡിക്കൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള അക്യുപഞ്ചർ പോയിന്റ്സ് ഉള്ളത് ചിലപ്പം ബോഡിയുടെ പല പല ഭാഗങ്ങളിലോട്ടായിട്ടാണ്. അപ്പൊ ആ പോയിന്റ്സിനെയും കൂടി സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൈറ്റനിങ് കിട്ടത്തുള്ളൂ നമ്മുടെ ഫേസിൽ. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊളാജൻ എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ ആണ് നമ്മുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്നത്. ആ കൊളാജൻ അടങ്ങിയ ഫുഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവക്കാഡോ, ഗാർലിക്, അങ്ങനെ ഒത്തിരി ഫുഡ് ഉണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ കൊളാജൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സ്കിന്നിന്റെ ടൈറ്റനിങ്, അതുപോലെ തന്നെ ബോണ്, മസിൽസ്, ടെൻഡൻസ്, ഇതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ കൊളാജൻ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പലരും പറയും ആന്റി ഏജിങ്. അപ്പൊ ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ട്. അപ്പൊ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനുള്ള ആന്റി ഏജിങ് ആയിട്ടുള്ള കൊളാജനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കുറെ അക്യുപ്രഷർ പോയിന്റ്സ്, അക്യുപഞ്ചർ പോയിന്റ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറച്ച് പേപ്പർ വർക്ക്സ്, റിസർച്ച് ആയിട്ടുള്ള കുറച്ച് പേപ്പർ വർക്ക്സ് ആണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന കോസ്മെറ്റോളജി അല്ലെങ്കിൽ കോസ്മെറ്റിക് അക്യുപഞ്ചർ എന്ന് പറയുന്നത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു ദേഷ്യം വരിക, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവുക, നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡൾ ആയിട്ടിരിക്കും അല്ലെ. നമ്മളൊരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആയിട്ടിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഇമോഷൻസും നമ്മുടെ ഫേസിലുള്ള ഒരു ബ്രൈറ്റ്നസും എങ്ങനെയാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് കുറച്ച് ഫേസ് യോഗ, അതുപോലെ തന്നെ കുറച്ച് നാച്ചുറൽ റെമഡീസ്, അങ്ങനെ കുറെ സിലബസുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഡെർമാ റോളർ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, പിന്നെ അതുപോലെ തന്നെ സിലിക്കോൺ കപ്സ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അണ്ടർ ഐ ഡാർക്ക്നെസ് എങ്ങനെ കളയാം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി 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 നാച്ചുറൽ ആയിട്ടുള്ള കുറെ റെമഡീസും കുറെ അക്യുപ്രഷർ പോയിന്റ്സ് ഒക്കെ ആയിട്ട് ഈ കോസ്മെറ്റിക് അക്യുപഞ്ചർ വരുന്നത് ജൂൺ 15-ാം തീയതിയാണ്, സൺഡേ. അപ്പൊ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.